പി കേസ് പ്രതി ടി.കെ. രജീഷിന് 3 മാസത്തിനിടെ രണ്ടാമത്തെ പരോളും അനുവദിച്ച് ജയിൽ വകുപ്പ്. ടി.പി. കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിന് ജയിൽ ഡി.ഐ.ജി കൈക്കൂലി വാങ്ങിയെന്ന് വിജിലൻസ് കണ്ടെത്തിയ സംഭവത്തിന് പിന്നാലെയാണ് രജീഷിനും പരോൾ നൽകിയത്. കൊടും ക്രിമിനലുകളിൽ നിന്ന് പണം വാങ്ങി സർക്കാർ പരോൾ നൽകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. RMP നേതാവ് ടി.പി. ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 4ാം പ്രതി ടി.കെ. രജീഷിന് 20 ദിവസത്തെ പരോളാണ് ജയിൽ വകുപ്പ് അനുവദിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന രജീഷിന് 3 മാസത്തിനിടെ കിട്ടുന്ന രണ്ടാമത്തെ പരോളാണിത്. ടി.പി. കേസ് പ്രതി കൊടിസുനി ഉൾപ്പെടെയുള്ളവർക്ക് പരോൾ അനുവദിക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ ഡി.ഐ.ജി M.K. വിനോദ് കുമാറിനെതിരെ വിജിലൻസ് കേസെടുത്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ടി.കെ. രജീഷിന്റെ പരോളിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്. ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ പോലും ഈ പണം മേടിച്ച് കൈക്കൂലി മേടിച്ച് പരോളിൽ ആളെ വിടുന്നു എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്ന കേരളത്തിലെ പോലീസിനെ ഈ പിണറായി വിജയന്റെ കാലത്ത് എത്രമാത്രം അധപ്പതിപ്പിച്ചു എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 30 ദിവസത്തെ പരോൾ കഴിഞ്ഞ് സെപ്റ്റംബറിൽ ജയിലിലെത്തിയ രജീഷ് 1.5 മാസമായി ആയുർവേദ ചികിത്സയിലായിരുന്നു. അത് കഴിയുമ്പോഴേക്കും പുതിയ പരോളും ലഭിച്ചു. കൊടിസുനിക്ക് 7 മാസത്തിനിടെ 60 ദിവസമാണ് പരോൾ ലഭിച്ചത്. മീഡിയ 1 കണ്ണൂർ.